السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحابه سيدنا ومولانا محمد. സുന്നത്തായ ഒരു കാര്യത്തെ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ശറഇൽ സുന്നത്തായൊരു വിഷയം, ഉദാഹരണത്തിന് ഇപ്പോൾ മുഹറം മാസം, അത് പൂർണ്ണമായും നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഒരാൾ നേർച്ച നേർന്നു. അതല്ലെങ്കിൽ മുഹറം 9, 10 താസുആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കി. ഈ പറയപ്പെട്ട ദിവസങ്ങളിലൊക്കെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്തായ കർമ്മമാണ്. ദാനധർമ്മം നൽകാൻ വേണ്ടി, പാവപ്പെട്ട ഒരു യതീമിന് വേണ്ടി, ഒരു മിസ്കീനിന് വേണ്ടി ധർമ്മം ചെയ്യാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കി. അവർക്കൊക്കെ ദാനം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. എന്നാൽ നേർച്ചയാക്കലോടുകൂടെ അവ നിർബന്ധമായി മാറുകയാണ്. നേർച്ചയാക്കുക വഴി സുന്നത്തായ കാര്യത്തെ നാം നിർബന്ധമായും ചെയ്യാൻ നിർബന്ധിതരാകുമ്പോൾ സുന്നത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലം നിർബന്ധത്തിനാണ്, ഫർളിനാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഓരോ വിഷയങ്ങൾ നേർച്ചയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നാം പലരും ഓർക്കാതെ പോവാറുണ്ട്. അധികവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേർച്ചയാക്കുമ്പോൾ അവർ മനസ്സുകൊണ്ട് കരുതലാണ്. ഞാൻ ഇന്ന കാര്യം നേർച്ചയാക്കി, മുഹറം മാസം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നേർച്ചയാക്കി, അതെങ്കില്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയൊക്കെ നേർച്ചയാക്കിയെന്ന് മനസ്സുകൊണ്ട് കരുതിയത് കൊണ്ട് മാത്രം ഒരിക്കലും നേർച്ചയാകുന്നില്ല. നേർച്ചയാകണമെങ്കിൽ മനസ്സുകൊണ്ട് കരുതലോടുകൂടെ അത് വാക്കാൽ പറഞ്ഞെങ്കിൽ മാത്രമാണ് നേർച്ചയാകുക എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. അതോടൊപ്പം നേർച്ചയാക്കുന്ന കാര്യം അത് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്ന സുന്നത്തായ കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും ഒരു തെറ്റായൊരു വിഷയം നേർച്ചയാക്കുവാൻ പാടില്ല. അങ്ങനെ നേർച്ചയാക്കിയാൽ തന്നെ എന്തു ചെയ്യണം? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം വിഷയങ്ങളൊക്കെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, മൻ നദറ അൻ യുതി അല്ലാഹ്, അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കിയാൽ ഫൽയുതിഉഹു, അവൻ ആ കർമ്മം നിർവഹിച്ചു കൊള്ളട്ടെ. നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ സുന്നത്തായ നോമ്പ് അവൻ നോറ്റുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ വേണ്ടി, ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, സുന്നത്തായ കാര്യം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ച അവൻ നടപ്പാക്കിക്കൊള്ളണം, അവൻ നിർവഹിച്ചു കൊള്ളണം. ഇപ്പം എൻ്റെ രോഗം ശിഫയായാൽ, എൻ്റെ രോഗം മാറിയാൽ, എൻ്റെ കടം വീടിയാൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വിദേശത്തു നിന്ന് വന്നാൽ ഇന്നാലിൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയെന്ന് പറഞ്ഞാൽ ആ വിഷയം കഴിഞ്ഞാൽ ഉടനെ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവർ ശ്രമിക്കണം. അത് നിർവഹിച്ച് നോറ്റ് വീട്ടണം, അതല്ലെങ്കിൽ അത് കൊടുത്തു വീട്ടണം. എന്താണോ നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ സുന്നത്തായ കർമ്മം അവൻ ചെയ്തു വീട്ടണം. എന്നാൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് പല ആളുകളും കണക്കന്മാർക്കിലേക്ക്, ജ്യോത്സ്യന്മാർക്കിലേക്കൊക്കെ പല ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി സമീപിക്കാറുണ്ട്. അങ്ങനെ സമീപിക്കൽ തന്നെ തെറ്റാണ്. അതൊരു പക്ഷേ കുഫറിലേക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ അത് വലിയ കാരണമായി തീരും. മഅദല്ലാഹ്, അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ടിട്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയാൽ ആ നേർച്ച അവൻ എന്ത് ചെയ്യണം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമൻ നദറ അൻ യഅസിയഹുല്ലാഹ്, അല്ലാഹു തആലാക്ക് എതിര് ചെയ്യാൻ വേണ്ടി, അല്ലാഹു തആല നമുക്ക് നിർദ്ദേശിച്ച കാര്യങ്ങൾക്കെതിരെ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വല്ലതും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഫലാ യഅസിഹി, ഒരിക്കലും ആ നേർച്ച അവൻ വീട്ടാൻ പാടില്ല, ആ തെറ്റ് അവൻ ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് അവൻ മാറി നിൽക്കുകയാണ് വേണ്ടത്, അവൻ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാം വളരെയധികം ശ്രദ്ധയോടുകൂടെ, ഒരിക്കലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ, നാം ഒരു തെറ്റുകാരനാവാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധയോടുകൂടിയായിരിക്കണം ചെയ്യേണ്ടത്. അറിവുള്ളവരുമായി ബന്ധപ്പെട്ട് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ തെറ്റും ശരിയും കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ ഇബാദത്തുകളും നാം നിർവഹിക്കേണ്ടത്, നേർച്ചകളടക്കം നാം ചെയ്യേണ്ടതെന്ന കാര്യം ഓരോരുത്തരും ഓർക്കണം. അല്ലാഹു തആല നമുക്ക് ഈമാനും ഇൽമും തഖ്വയും ഇഖ്ലാസും വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.